എന്താണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്? കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFന് വലിയ പരാജയവും UDFന് വലിയ വിജയവും നേടിത്തന്ന ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുകയാണ്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ UDF വളരെ ഭംഗിയായി ജയിക്കുകയും ചേലക്കരയിൽ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും ഭംഗിയായി ജയിക്കുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബാക്കി 3 സീറ്റും UDFൻ്റെ പ്രധാനപ്പെട്ട സീറ്റുകൾ തന്നെയാണ്. അവർ ജയിച്ച മണ്ഡലം എന്ന് പറഞ്ഞാൽ LDFന് വലിയ സാധ്യതയില്ലാത്ത മണ്ഡലമാണ്. ചേലക്കര LDFന് സാധ്യതയുണ്ടായിരുന്നു, പക്ഷേ ആ സ്ഥലത്ത് ജയിക്കാൻ UDFന് പറ്റിയുമില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ UDFനെ സംബന്ധിച്ചിടത്തോളം ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് UDFന് വലിയ കച്ചിത്തുരുമ്പ് എന്ന് പറയുന്നത്. പക്ഷേ അതിന് മുമ്പ് നമ്മൾ 2019 തെരഞ്ഞെടുപ്പ് നോക്കേണ്ടിയിരിക്കുന്നു. ഇതേ അവസ്ഥയായിരുന്നു 2019 19 എന്ന് തന്നെയായിരുന്നു. പക്ഷേ അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പാണ് ശരിക്കും UDFന് വലിയ പരാജയം ഉണ്ടാക്കാനുള്ളൊരു കാരണം. 2021 UDFൻ്റെ പരാജയത്തിൻ്റെ കാരണം എന്ന് പറയുന്നത് 2020 നടന്ന ഉപതെരഞ്ഞെടുപ്പിലെ ഫലമാണ്. അത് പ്രധാനപ്പെട്ട സീറ്റുകളെല്ലാം തന്നെ, അതായത് UDF ജയിക്കുമെന്ന് കോന്നി അടക്കമുള്ള വട്ടിയൂർക്കാവ് അടക്കമുള്ള സീറ്റുകളിൽ UDF ജയിക്കുമെന്ന് നമ്മൾ കരുതി. UDF ചെയ്തൊരു ബ്ലണ്ടർ പറയുന്നത് അവിടെ സിറ്റിംഗ് എം എൽ എമാരെ മത്സരിപ്പിച്ചു, MP മാരായിട്ട് മത്സരിപ്പിക്കുകയും അവർ MP ആയിട്ട് പോകുമ്പോൾ അവിടെ ഒരു ഒഴിവ് വരികയും 20 വട്ടിയൂർക്കാവും കോന്നിയിലും അടക്കം LDF മണ്ഡലങ്ങൾ തിരിച്ചു പിടിക്കുകയും ചെയ്തു. എറണാകുളത്തൊക്കെ ടൈറ്റ് ഫൈറ്റ് നടത്താൻ അവർക്ക് സാധിച്ചു. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ആ ഒറ്റ തെരഞ്ഞെടുപ്പിൻ്റെ വിജയമാണ് ശരിക്കും ഒരു റീബർത്ത് LDFന് നൽകുന്നത്. അതുവരെ LDF വളരെ പത്തറ്റിക്കായിരുന്നു സിറ്റുവേഷൻ. പക്ഷേ ആ ഒറ്റ ഉപതെരഞ്ഞെടുപ്പ് ബലമാണ് ശരിക്കും LDFനെ 2021 അല്ലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് ശക്തി ആർജിക്കാനും 2021 ജയിക്കാനും സാധിച്ചത്. പക്ഷേ ഇതേ അവസ്ഥയാണ് ഇപ്പോഴും ഉണ്ടാകുന്നത്. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വളരെ ക്രിട്ടിക്കലാണ്. UDF ജയിച്ചില്ലെങ്കിൽ, UDFന് അതിലൊരു ജയം സംഭവിച്ചില്ലെങ്കിൽ LDFനെ സംബന്ധിച്ചത് LDFന് വലിയ ഒരു പോസിറ്റീവായൊരു ഇമ്പാക്റ്റ് അതിലൂടെ ഉണ്ടാവുകയും അവർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് ശക്തമായി മുന്നോട്ട് പോവുകയും ചെയ്യും. LDF അണികൾക്ക് വിജയം എന്ന് പറയുന്നൊരു സാധ്യത അവർ മുന്നിൽ കാണുകയും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവർ വലിയ രീതിയിൽ പ്രവർത്തിക്കുകയും അങ്ങനെ ഒരു തുടർഭരണത്തിലേക്ക് അവർ എത്തുകയും ചെയ്യും. അതുകൊണ്ടാണ് നിലമ്പൂർ വളരെ ക്രിട്ടിക്കലാണെന്ന് പറയുന്നത്. UDF കാരത് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് ആര്യാണ മുഹമ്മദിൻ്റെ സ്ഥാനാർത്ഥിത്വമൊക്കെ പ്രഖ്യാപിക്കുന്നത്, ആര്യാണ ഷൗക്കത്തിൻ്റെ സ്ഥാനാർത്ഥിത്വമൊക്കെ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ അതിൻ്റെ പ്രസക്തി അതാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയിക്കുന്നതിൻ്റെ സെമി ഫൈനൽ തന്നെയാണിത്. അതുകൊണ്ട് തന്നെ അതാണ് അതിൻ്റെ പ്രസക്തി എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ആര് ജയിക്കും ആര് തോൽക്കും എന്നുള്ളതിന് അപ്പുറത്തേക്ക് അത് 2026 ഭരണത്തെ തീരുമാനിക്കും എന്നുള്ളതാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്നുള്ളതാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത. അപ്പോൾ അത് വളരെ ശക്തമായി 2 മുന്നണികൾ തമ്മിലുള്ള മത്സരമാണ്. അത് അവരുടെ അടുത്ത 5 വർഷത്തെ ഭരണം തീരുമാനിക്കാൻ പോകുന്ന വർഷം കൂടിയാണ്, ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അപ്പോൾ LDFനെ സംബന്ധിച്ചിടത്തോളം UDFനെ സംബന്ധിച്ചിടത്തോളം ഡൂ ഓർ ഡൈ, ജയിക്കാൻ വേണ്ടി മത്സരിക്കുകയാണ്. അതുകൊണ്ട് സർവ്വസന്നാഹങ്ങളും എല്ലാവരും അവനടിയിൽ എല്ലാ അമ്പും എടുത്തിട്ടാണ് രണ്ട് മുന്നണികളും നിലമ്പൂരിൽ മത്സരിക്കുന്നത്. നമ്മൾ നിലമ്പൂർ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് കൊട്ടിയ പ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ മുക്കിലും മൂലയിലും വലിയ വലിയ നേതാക്കൾ വന്നിറങ്ങി UDFൻ്റെയും LDFൻ്റെയും ഒക്കെ തന്നെ നമുക്കറിയാം. ചണ്ടിയുമ്മൻ അടക്കമുള്ള വലിയ UDFൻ്റെ നേതാക്കൾ ഫുൾ ടൈം ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. LDFനെ സംബന്ധിച്ചും പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും KK ശൈലജ മുതൽ പ്രധാനപ്പെട്ട ജനകീയരായ എല്ലാ നേതാക്കളും ഗ്രൗണ്ടിൽ വളരെ ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉറപ്പാണ് ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്തായാലും അത് UDFനെയും LDFനെയും വലിയ രീതിയിൽ ബാധിക്കും. 2026 ഭരണം തീരുമാനിക്കാനാണ് നിലമ്പൂർ തിരഞ്ഞെടുപ്പിൻ്റെ